ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലാവണ്ടർ സോപ്പാണ്. അത് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ലാവണ്ടർ സോപ്പ് തയ്യാറാക്കാനായി ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ലാവണ്ടർ പൂവാണ്. ഇനി നമുക്ക് ഈ ലാവണ്ടർ പൂവും ഒലിവ് ഓയിലും കൂടി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല മണം കിട്ടുന്നത്. ഡബിൾ ബോയിലിന് പകരം നമുക്ക് ഓയിലും ലാവണ്ടർ പൂവും കൂടി ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് അടച്ച് 1 മന്ത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ നമ്മളിത് നേരിട്ട് ചൂടാക്കരുത്, ഇതിൻ്റെ ഗുണങ്ങൾ പോകും. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൻ്റെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ലാവണ്ടർ ഓയിൽ. ഇത് നമ്മുടെ സ്കിന്നിന് ഉപയോഗിക്കാനും വളരെ നല്ലതാണ്. ഈ ഓയിൽ വെച്ചിട്ടാണ് ഇന്ന് ലാവണ്ടർ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഗ്ലിസറിൻ സോപ്പ് ബേസാണ്. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് വരാം. നല്ലതുപോലെ മെൽറ്റായതിന് ശേഷം ലാവണ്ടർ ഓയിലാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. സോപ്പിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഓയിലിൻ്റെ കൂടെ കുറച്ച് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടീ ട്രീ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഇയും ഫ്രാഗ്രൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് മോൾഡിലോട്ട് ഒഴിക്കാം. നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ലാവണ്ടർ സോപ്പ്. മുഖക്കുരു കുറയ്ക്കാനും വെയിലേറ്റുണ്ടാകുന്ന കരുവാളിപ്പും ചൊറിച്ചിലും മാറ്റാനും നല്ലതാണ്. മോൾഡിലോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ലാവണ്ടർ സോപ്പ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് ഇളക്കി മാറ്റാം. ലാവണ്ടർ സോപ്പ് ആവശ്യമുള്ളവർ ലാവണ്ടർ ഓയിലും ലാവണ്ടർ സോപ്പിൻ്റെ കിറ്റും എല്ലാത്തരം സോപ്പ് ബേസുകളും വേണ്ടുന്നവർ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.